പാർലമെന്റിൽ ജോൺ ബ്രിട്ടാസ് MP സംസാരിക്കുകയാണ്. പാർലമെന്റിന് പുറത്ത് കേൾക്കാം. ഡൽഹി പോലീസ് വീണ്ടും കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഈ ഐഷി ഘോഷ് ഇപ്പോൾ ഒരു വാറണ്ട് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡൽഹി ഹൗസ് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ പരിഗണിക്കണം എന്നുകൂടി നിയമവശങ്ങൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതിന്റെ തീരുമാനം എന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഇടത് എംപിമാർ കൂടുതൽ ഇപ്പോൾ ഇങ്ങോട്ട് എത്തുന്നത് ജോസ് കെ മാണി ഇപ്പോൾ എത്തി, സന്തോഷ് കുമാർ എം പി ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള നമ്മൾ ഇടതുപക്ഷം ഇന്നത്തെ ഇന്ത്യ അലയൻസ് യോഗത്തിൽ ഈ വിഷയം ഞാൻ ഉയർത്തിയിരുന്നു. ആ യോഗത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെ എല്ലാ നേതാക്കളും ഞാൻ പറഞ്ഞതിനോട് യോജിച്ചു. ഇക്കാര്യത്തിൽ CPM-നോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു. ഇന്ന് CPM ഓഫീസിലാണ് കയറുന്നതെങ്കിൽ നാളെ അവർ കോൺഗ്രസ് ഓഫീസിൽ കയറും, മറ്റ് ഓഫീസുകൾ കയറും. ജനാധിപത്യം അല്ലെങ്കിൽ സ്വതന്ത്രമായ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനം തന്നെ അസ്തമിക്കുന്ന ഒരു തലത്തിലേക്ക് ഇത് മാറുമെന്ന് അവരും പറഞ്ഞു. ഇന്ത്യ അലയൻസിന്റെ യോഗം ഏകകണ്ണേനെ ഇന്നത്തെ ഡൽഹി പോലീസിന്റെ നടപടിയെ അപലപിക്കുകയും ചെയ്തു. ഈ അടിയന്തരാവസ്ഥയുടെ സമയത്ത് താനും അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നാണല്ലോ JP നദ്ദ പറഞ്ഞത്. അതെ, ഇപ്പോഴും ഇന്ത്യയിൽ ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ്. അദ്ദേഹം പരോക്ഷമായിട്ട് അടിയന്തരാവസ്ഥക്കാലത്ത് കോളേജിൽ വന്നിട്ടോ സ്കൂളിൽ വന്നിട്ടോ ആരോ അറസ്റ്റ് ചെയ്താ പറയുന്നത്. അടിയന്തരാവസ്ഥക്കാലത്ത് ഇതുപോലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകളിലേക്ക് ഇറച്ചൊന്നും പോലീസ് കയറിയിട്ടില്ല. അന്നും ദേശീയ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനേക്കാളും മോശപ്പെട്ട അവസ്ഥയാണ് ഇന്ന് ഡൽഹിയിലും ഇന്ത്യയിലും ഉള്ളതെന്ന് അദ്ദേഹം പരോക്ഷമായിട്ട് സമ്മതിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഉയർത്തിയൊരു പ്രധാന വിഷയം എന്നുള്ളത് ഇന്ത്യ ബ്ലോക്ക് സഖ്യത്തിൽ ഞങ്ങൾ ഉയർത്തി എന്നുള്ളതാണ്. പക്ഷേ കോൺഗ്രസ് ഇക്കാര്യം ലോക്സഭയിൽ ഉന്നയിക്കാൻ തയ്യാറായിരുന്നു. ഇന്ത്യ ബ്ലോക്കിന്റെ യോഗമെന്ന് പറയുന്നത് രാജ്യസഭയിൽ ലോക്സഭയും കൂടി ഉൾപ്പെടുന്നതാണ്. രാജ്യസഭയിലും ലോക്സഭയിലും നേതാക്കൾ അവിടെ അടുത്തുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഗഗോയി ഉണ്ടായിരുന്നു, ഉപനേതാവ്. ലോക്സഭയിലെ നിരവധി നേതാക്കളുണ്ടായിരുന്നു. മാത്രമല്ല, ഞങ്ങൾ ഇടതുപക്ഷ MP-മാർ ഇന്ന് പാർലമെന്റിന് മുമ്പിൽ നടത്തിയ ഒരു ധർണയുണ്ട്. ആ ധർണയിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവും തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷനുമായ മാണിക്യൻ ടാഗോർ ഞങ്ങളുടെ ഇടതുപക്ഷ MP-മാരുടെ ധർണയിൽ പങ്കെടുത്തു. ഭാഗവാക്കായി മുദ്രാവാക്യം വിളിച്ചു. TMC-യുടെ MP സാഗരിക ഘോഷ് ആ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് ഞങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. JMM-ന്റെ നേതാവ് മൗവ മാജി. അങ്ങനെ ആ ഒരു വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് നടന്ന ഒരു സമരമാണെങ്കിൽ പോലും ഈ പാർട്ടികളിലെ നേതാക്കന്മാർ ആ സമരത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. അതുകൊണ്ട് ഇത് ലോകസഭ വേറെ രാജ്യസഭ വേറെ എന്നുള്ളതല്ല, ഇത് സംയുക്തമായിട്ട് പ്രതിപക്ഷം ഇക്കാര്യം ഏറ്റെടുത്തിരിക്കുകയാണ്. ജോൺ ബ്രിട്ടാസ് MP സംസാരിക്കുകയായിരുന്നു. അടിയന്തരാവസ്ഥയേക്കാൾ മോശം സമയമാണ് എന്ന് കേന്ദ്ര സർക്കാർ തന്നെ സമ്മതിക്കുന്നു എന്നുള്ളതാണ് ബ്രിട്ടാസ് പറയുന്ന കാര്യം. കാരണം അസുഖകരമായ ഒരു കാര്യം സംസാരിക്കാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒന്ന് മൈക്ക് ആദ്യം തരില്ല, 2 മൈക്ക് തന്നാൽ പോലും ക്യാമറ തരില്ല. അതായത് ഇത് ജനങ്ങൾ കാണാൻ പാടില്ല. അപ്പോൾ ഇവരുടെ ക്യാമറ എപ്പോഴും ഒന്നുകിൽ ഭരണപക്ഷത്തേക്ക് മാറ്റിവെക്കും, ഭരണപക്ഷത്തേക്ക് ഫോക്കസ് ചെയ്യും, അതല്ലെങ്കിൽ രാജ്യസഭാ അധ്യക്ഷനെ ഫോക്കസ് ചെയ്യും. അപ്പോൾ അത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനത് കാണുന്നില്ല. പക്ഷെ പിന്നിൽ ഇരുന്ന മെമ്പർമാർ പ്രതിപക്ഷങ്ങൾ പറഞ്ഞു അത് ചൂണ്ടിക്കാണിക്കണം. എന്താ കാരണം ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, ഇത് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട്. ജോൺ ബ്രിട്ടാസ് MP മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം കുറെ കാര്യങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനം ഇപ്പോൾ പാർലമെന്റിൽ പ്രതിപക്ഷത്തിന് സംസാരിക്കാൻ അവസരം കിട്ടുന്നില്ല. ഇനി അഥവാ മൈക്ക് കിട്ടിയാലും ക്യാമറ പ്രതിപക്ഷത്തിന് നേരെ, സംസാരിക്കുന്ന പ്രതിപക്ഷ അംഗത്തിന് നേരെ തിരിക്കുന്നില്ല എന്നുള്ളതാണ് ഉന്നയിക്കുന്ന ആരോപണം.